നമ്മൾ ഓർഡേർഡ് ബേസിസ് ഒരു വെക്ടർ സ്പേസിൻ്റെ ഓർഡേർഡ് ബേസിസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വെക്ടർ സ്പേസിൽ ഓരോ വെക്ടറിൻ്റെയും കോർഡിനേറ്റ് വെക്ടർ എങ്ങനെ കാണാം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം ആ കോർഡിനേറ്റ് വെക്ടറിൻ്റെ ആശയം ഉപയോഗിച്ചിട്ട് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിനെ FN ഉപയോഗിച്ചിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കി. വി ഈസ് ഐസോമോർഫിക് ടു FN എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റേജ്, ഏത് രണ്ട് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസുകൾക്കിടയിലുമുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ ഒരു മെട്രിക്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അതും ഈ കോർഡിനേറ്റ് വെക്ടറിൻ്റെ ആശയം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു പുതിയ വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനില്ല. ഇതുവരെ നമ്മൾ അറിഞ്ഞ ചില കാര്യങ്ങളൊന്നുകൂടി ഒന്ന് ഓർത്തെടുത്ത് ഒന്ന് വേണ്ട പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ മനസ്സിലാവും. അപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഇതിനാവശ്യമുള്ള മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, പിന്നെ നമുക്ക് നാച്ചുറലി അങ്ങ് മെട്രിക്സ് റെപ്രസെൻറ്റേഷനിലേക്ക് വന്നോളൂ. ഓക്കെ, ഇതൊരു കുറച്ച് പ്രോബ്ലമൊക്കെ ചെയ്തിട്ടായിരിക്കും ഞാനിതിങ്ങനെ അവതരിപ്പിച്ച് തരിക. അപ്പോൾ ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ആ പ്രോബ്ലം നിങ്ങളും ചെയ്തുകൊണ്ട് തന്നെ കാണും കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ കേട്ടിരിക്കരുത്. പരമാവധി വർക്ക് ചെയ്യുക, അതാണ് ഈ വീഡിയോ ഒക്കെ അങ്ങനെ നല്ലത്. പോസിറ്റീവ് ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കൂ, ഞാനും വായിച്ചു തരാം. ഇവിടെ നമുക്കൊരു വെക്ടർ സ്പേസ് വി തന്നിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ഞാൻ ഓർഡേർഡ് ബേസിസ് ആയിട്ട് ഉപയോഗിക്കുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ആർട്ടിനൊക്കെ തുടക്കം മുതലേ ഓർഡേർഡ് ബേസിസാണ് ഉപയോഗിച്ചത്. അദ്ദേഹം പക്ഷേ തുടക്കത്തിൽ പറയുന്നുണ്ട് എല്ലായ്പ്പോഴും ഓർഡേർഡ് ബേസിസിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷേ തുടക്കം മുതൽ അദ്ദേഹം അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തുടക്കം മുതൽ ഓർഡേർഡ് ബേസിസ് ഉപയോഗിക്കുന്നതിന് പകരം അവിടെയൊക്കെ ഞാൻ ബേസിസ് ആസ് എ സെറ്റ് ഉപയോഗിച്ചു. പിന്നെ ഈ കോർഡിനേറ്റ് വെക്ടറൊക്കെ വന്നപ്പോൾ മുതലല്ലേ ഞാൻ ഓർഡേർഡ് ബേസിസ് ഉപയോഗിച്ചത്. ഇനി അങ്ങോട്ട് ത്രൂ ഔട്ട് ഞാൻ ഓർഡേർഡ് ബേസിസാണ് ഉപയോഗിക്കുക, കാരണം പലപ്പോഴും നമുക്ക് ഓർഡേർഡ് ബേസിസിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഞാൻ ഓർഡേർഡ് ബേസിസ് ആർട്ടിനെ പോലെ ഓർഡേർഡ് ബേസിസാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ സിമ്പിൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഓർഡേർഡ് ബേസിസ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വെക്ടർ സ്പേസ് വി തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്. പിന്നെ ആ വിന്ന് മറ്റൊരു വെക്ടർ സ്പേസ് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഈ വിൻ്റെയും ഡബ്ല്യൂവിൻ്റെ ഒക്കെ ഫീൽഡ് സെയിം ആയിരിക്കും. ഞാൻ പ്രത്യേകിച്ച് പറയണോ വേണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുമ്പം ഡൊമൈൻ്റെയും കോഡൊമൈൻ്റെ ഒക്കെ ഫീൽഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഈ വിന്ന് മറ്റൊരു വെക്ടർ സ്പേസ് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്, ഈ ബേസിസിലുള്ള വെക്ടേഴ്സിൻ്റെ ഇമേജസും തന്നിട്ടുണ്ട് അണ്ടർ ടി അല്ലേ. ഇത് ടി ഓഫ് ബി ആണ് ഉദ്ദേശിച്ചത്. ഈ ബേസിലുള്ള വെക്ടേഴ്സിൻ്റെ ഒക്കെ ഇമേജസ് അതിനെ ഒരു ഓർഡേർഡ് സെറ്റ് ആക്കി എഴുതിയേ ഉള്ളൂ. ടി ഓഫ് വി വൺ എക്സെട്രാ ടി ഓഫ് വി എൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇത് ഈ ടി ഓഫ് ബി ഡബ്ല്യൂൻ്റെ ബേസിസ് ആയിക്കോളൊന്നൊന്നുമില്ലല്ലോ, അത് നിങ്ങൾക്ക് നേരത്തെ അറിയില്ലല്ലേ. കാരണം ഇത് ഈ ടി ഓഫ് വി വൺ എക്സെട്രാ ടി ഓഫ് വി എൻ എല്ലാം വേണമെങ്കിൽ അപ്പുറത്തെ സീറോ ആവാം, ഡബ്ല്യൂൻ്റെ സീറോ വരെ ആവാം അല്ലേ. അപ്പോൾ ഇത് ഒരു ഡിപ്പെൻഡൻസ് സെറ്റ് വരെ ആവാം. അപ്പോൾ ടി ഓഫ് ബി ബേസിസ് ആവാതിരിക്കാം, അതൊന്നും നമ്മൾ ചർച്ച ചെയ്യല്ല ഇവിടെ. എനിവേ ഈ ബേസിസിലുള്ള വെക്ടേഴ്സിൻ്റെ ഇമേജസ് തന്നിട്ടുണ്ട്, അതിന് അവിടെ ടി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഓക്കെ നൈസ്. ഇനി ഇവിടുത്തെ ചോദ്യം എന്താ, അങ്ങനെയെങ്കിൽ ഈ വെക്ടർ സ്പേസിലെ ഒരു ആർബിട്രറി വെക്ടർ വി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിത്രേ ഉള്ളൂ. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിസിൻ്റെ ഇമേജസ് തന്നു കഴിഞ്ഞാൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. അതായത് ഏതൊരു വെക്ടറിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. പ്രൊസീഡ് ചെയ്തോളൂ, ഞാൻ പഠിച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്. ഇതിൻ്റെ ആൻസർ ഇതാ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും ഇതൊക്കെ, പക്ഷേ ഈ വീഡിയോനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മുടെ ലക്ഷ്യം മറക്കരുത്. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അതായത് രണ്ട് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസുകൾക്കിടയിലുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നു കഴിഞ്ഞാൽ അതിനൊരു മെട്രിക്സ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഒരു കണ്ടുപിടുത്തത്തിന് ഈ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ ഇവിടെ എന്താ നമ്മൾ ചെയ്തത്, നമ്മൾ ഈ വെക്ടർ സ്പേസിൽ നിന്ന് എടുത്ത ആ ആർബിട്രറി വെക്ടർ വിനെ ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് എഴുതി എഴുതാൻ പറ്റും. ഇനി പിന്നെ ടി ഓഫ് വി നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. ഇവിടെ ടി ഓഫ് വി വൺ എക്സെട്രാ ടി ഓഫ് വി എൻ നമുക്ക് തന്നില്ലേ, അപ്പോൾ ആ തന്നതുകൊണ്ട് എനിക്ക് ഈ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ടി ഓഫ് വി എൻ നമ്മുടെ കയ്യിലെത്തി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ബേസിസിൻ്റെ ഇമേജസ് മാത്രം തന്നു കഴിഞ്ഞാൽ ആ സ്പേസിലുള്ള വേറെ ഏതൊരു വെക്ടറിൻ്റെ ഇമേജും കാണാൻ പറ്റും. അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വി എന്ന ഡബ്ല്യൂയിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തരണമെങ്കിൽ ആരുടെ ഔട്ട്പുട്ട്സ് മാത്രം തന്നാൽ മതി, ബേസിസിലുള്ള വെക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട്സ് അതിൻ്റെ ഇമേജസ് മാത്രം തന്നാൽ മതി. അത് നിങ്ങളെ നോട്ടിലും കിടന്നോട്ടെ, നിങ്ങളെ തലയിലും ഇവിടെ കിടന്നോട്ടെ. അതായത് ലീനിയർ വി എന്ന ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തരണമെങ്കിൽ ആ വിയിലുള്ള എല്ലാവരുടെയും ഇമേജ് നമുക്ക് തരണമെന്നില്ല. ടി ഓഫ് ബി അതായത് ബേസിസിലുള്ള വെക്ടേഴ്സിൻ്റെ ഇമേജസ് മാത്രം തന്നാൽ മതി. അതവിടെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായി കിടന്നോട്ടെ. ഇനി ഇതുപോലെ എനിക്ക് മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാനുണ്ട്, മാറ്റിയിട്ടാണ്. എഗെയിൻ വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ. P3R ഓർഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഓർഡേർഡ് ബേസിസ് പ്രകാരം ഈ പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കാണും. P3R ഒരു വെക്ടറാണത്, അതിൻ്റെ കോർഡിനേറ്റ് വെക്ടർ കാണും. കണ്ടോളൂ, ഞാൻ ഉത്തരം എഴുതാം. അതിന് ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോർഡിനേറ്റർ വെക്ടർ കാണുന്ന പരിപാടി ഓർക്കുക എന്നുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ എത്രേ ചെയ്യേണ്ടേ ഉള്ളൂ, ഈ പോളിനോമിയലിനെ ഈ ഓർഡേർഡ് ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസ് അതേ ഓർഡറിൽ എഴുതുക. അത് നമ്മുടെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? അതാ ഇവിടെ നോക്കൂ, 1 + x അല്ലേ? അപ്പോൾ ആ ഓർഡേർഡ് ബേസിസിൻ്റെ കോമ്പിനേഷൻ ആക്കിയിട്ട് ഞാൻ എഴുതിയാണ്. ഒരു കമ്പ്യൂട്ടേഷൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ല വിചാരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ വരുന്ന കോഎഫിഷ്യൻസ് അതേ ഓർഡറിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ് വെക്ടർ ഇതാണ് അക്കോർഡിംഗ് ടു ദിസ് ബേസിസ്, ഈ ബേസിസ് പ്രകാരം. ഇപ്പോൾ കോർഡിനേറ്റ് വെക്ടർ കാണാനുള്ള പരിപാടി ഓർത്തല്ലോ. ഇനി തിരിച്ചൊരു പ്രോബ്ലം കൂടി, അതായത് കോർഡിനേറ്റ് വെക്ടർ തന്നു കഴിഞ്ഞാൽ വെക്ടർ കാണുന്ന പരിപാടി. ഇവിടെ ഇപ്പോൾ വെക്ടർ തന്നിട്ട് കോർഡിനേറ്റ് വെക്ടർ കണ്ടല്ലേ, ഇനി പകരം കോർഡിനേറ്റ് വെക്ടർ തന്നു കഴിഞ്ഞാൽ വെക്ടർ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. സെയിം സ്പേസ് വിത്ത് ദ സെയിം ബേസിസ്, എന്നിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ് വെക്ടർ തന്നിട്ടുണ്ട് എങ്കിൽ ആ പോളിനോമിയൽ ഏതാണ് അതാ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചോളൂ, ഞാൻ എഴുതാം. ആ പോളിനോമിയൽ P(x) = x, ഈ പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ് വെക്ടറാണത് അല്ലേ? നമുക്ക് ഈസി അല്ലേ? -1 × 1 + 1 × 1 + x പ്ലസ് ഇത് വേണ്ട, ഇതും വേണ്ട, അങ്ങനെ കിട്ടി. ഓക്കെ, അപ്പോൾ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുത്തു. ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നല്ല വൃത്തിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടൂലേ? കാര്യങ്ങളൊക്കെ കൺസെപ്റ്റൊക്കെ റെഡിയല്ലേ? അത് മതി മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കാൻ. ഞാൻ വേണമെങ്കിൽ അത് മാച്ചിട്ട് ആ 3 പോയിൻറ്റ്സ് ഒന്ന് ഒരുമിച്ച് ഇവിടെ എഴുതാം. ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ഓർത്തെടുത്ത പ്രധാനപ്പെട്ട 3 പോയിൻറ്റ്സ്. ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കൂ, ക്ലിയർ അല്ലേന്ന്. ഇവിടെ വി നിന്ന് ഡബ്ല്യൂയിലേക്കുള്ളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് ടി. എന്നിട്ട് ആദ്യത്തെ പോയിൻ്റ് എന്താ പറഞ്ഞത്? ഈ വീൻ്റെ ഒരു ഓർഡേർഡ് ബേസിസ് ബി ഉണ്ട്. എന്നിട്ട് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പറഞ്ഞുതരാൻ ആ ടീൻ്റെ എല്ലാ ഔട്ട്പുട്ടും നമുക്ക് പറഞ്ഞു തരണമെന്നുണ്ടോ? ഇല്ലല്ല. ഈ ഓർഡേർഡ് ബേസിസ് എന്നിട്ട് ആ ഓർഡേർഡ് ബേസിസിൻ്റെ ഇമേജസ് മാത്രം T(b) മാത്രം പറഞ്ഞു തന്നാൽ മതി. ബാക്കിയുള്ളവരുടെ എല്ലാവരും ഔട്ട്പുട്ട് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. സോ ടു നോ ടി ഇറ്റ് ഈസ് ഇനഫ് ടു നോ T(b). അതാണ് ഒരു പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റോ വായിച്ചു നോക്കട്ടോ, ഒരു വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടർ എങ്ങനെ കാണാമെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തെ പോയിൻറ്റോ, കോർഡിനേറ്റ് വെക്ടർ തന്നു കഴിഞ്ഞാൽ ആ വെക്ടർ എങ്ങനെ തിരിച്ച് കാണാം അതും നമ്മൾ മനസ്സിലാക്കി. ഇത്രേ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയുള്ളൂ. ഇതൊക്കെ നിങ്ങൾ പക്ക ഓക്കെ ആണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോളൂ. വീഡിയോ ആവശ്യത്തിന് ലെങ്ത് ആയി തോന്നുന്നുണ്ട്. ഞാനൊരു പണി ചെയ്യാം. ഇത് ഞാനിവിടെ ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോ ഇതേ ബോർഡ് വെച്ചിട്ട് ഞാൻ തുടങ്ങാം. അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ എന്താണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈസി ആയിട്ട് പറയാനേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പക്ക ഓക്കെ ആണെങ്കിൽ ഒരു ബ്രേക്കും ആയിക്കോട്ടെ, അപ്പോൾ ഇതൊന്നും തലയിലങ്ങ് ആയിക്കോളല്ലോ. എന്നിട്ട് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾക്ക്, അപ്പോൾ അത് പക്ക അങ്ങ് ഈസി ആയിക്കോളൂ. ഞാൻ ഇവിടെ നിർത്തുക കേട്ടോ. അടുത്ത വീഡിയോയിൽ തുടരാം എങ്ങനെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ.